ചെയ്യാൻ പറ്റൂലെന്ന്. ഓരിങ്ങനെ കയ്യും കാലും പ്രയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ അറിയുന്നില്ല, എന്തോ ഒരു ഗുണ്ട ചെയ്യരുത്, ചെയ്യാൻ പറ്റൂല, അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കൂല, നിങ്ങളിന്ന് വോട്ട് ചെയ്യൂല എന്ന് പറയുന്നത്, തിരിച്ചു പോയിക്കോളാൻ. അപ്പൊ പോലീസ് അവിടെ കൈവച്ചിട്ട് പിന്നെ ചെയ്യുന്നുണ്ട്. അനുവദിക്കുന്നേ ഇല്ല. ഓല അനുവദിക്കണ്ടേ പോലീസുകാര്, അത് ചെയ്യുന്നില്ല. ഇല്ല. മറ്റവരാണ് ഉപദ്രവിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്ഥലം തരണ്ടേ പോവാൻ, പോലീസുകാർ അതൊന്നും തരുന്നില്ല. വന്നിട്ട് തള്ളുകയാണ് ഞങ്ങളെ നെഞ്ഞും പുറത്തും കൈയൊക്കെ. ഒരു ഗുണ്ടകളെട്ടം കൊണ്ടുവന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതിപ്പോ തിരിച്ചു പോവുക. ഞങ്ങള് വോട്ട് ചെയ്യുന്നില്ല. ഇല്ല സമ്മതിക്കണ്ട, ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങളൊരു നിരപരാധികളായ ആളുകൾ വന്ന് നിങ്ങളെ വോട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും അറിയില്ല. യുദ്ധം ചെയ്യാനും പിന്നെ മുറകളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതെ, ഇത് ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പല്ല. ഇത് കള്ളവോട്ട് കൊണ്ടും യഥാർത്ഥ വോട്ടുമാർ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പ് തീർത്തും ജനാധിപത്യ സംവിധാനത്തിൽ അട്ടിമറിക്കപ്പെട്ട ലക്ഷണമാണിത്. കള്ളവോട്ട് ചെയ്യുന്നു, വരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കപ്പെടുന്നു, സ്ത്രീകളെ വോട്ട് ചെയ്യാൻ വിടുന്നില്ല, അവരെ കയ്യേറ്റം ചെയ്യുന്നു, ഐഡന്റിറ്റി കാർഡ് പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പോലീസിന്റെയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും CPM-ന്റെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടന്നത്. കോടതി പോലും പറഞ്ഞിട്ട് പോലീസ് നിഷ്പക്ഷമാണ്. പോലീസല്ല അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. CPM-ന് ഈ ബാങ്കിൽ ഒരു റോളും ഇല്ല. അവർ കഴുതിക്കൂട്ടി ഇങ്ങനെ വിഷയം ഉണ്ടാക്കാനായിട്ട് വന്ന വലിച്ചു കീറുക. CPM വലിച്ചു കീറില്ല വോട്ടർ ID. ഒരു കള്ളവോട്ട് ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ UDF ആണ്. തോൽവി മണത്ത UDF ആണ് കള്ളവോട്ട് ഉണ്ടാക്കിയത്. സംഘടനാ തെരഞ്ഞെടുപ്പിന് ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ യൂത്ത് കോൺഗ്രസിന്റെ പണിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് കൊടുത്ത സ്ലിപ്പാണിത്, UDF-ന്റെ സ്ലിപ്പ്. അയാളുടെ കയ്യിലുള്ള ആധാർ കാർഡാണിത്, അയാളുടെ കയ്യിലുള്ള മറ്റൊരു ആധാർ കാർഡാണിത്, അയാളുടെ ID കാർഡാണിത്. ഈ മൂന്നെണ്ണം തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷൻ നാളെ പുറത്തുവിട്ടിരിക്കുക. ഇവിടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. രാവിലെ മുതൽ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം തോൽക്കപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് MP-യുടെ നേതൃത്വത്തിൽ വഴി തടഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. വഴി തടയുക എന്ന് പറഞ്ഞാൽ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. MP-യും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഒരാളെക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. പോലീസ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകരാരെയും തടയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ കള്ളവോട്ട് അനുവദിക്കില്ല എന്നുള്ള പൊതു നിലപാട് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. MP-യും കൂട്ടർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതൊരു നിലയിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. നേരത്തെ KPCC-യുടെ പ്രസിഡന്റ് സുധാകരൻ ഇവിടെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സ്ഥാനാർത്ഥികളായവരെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നെല്ലാമുള്ള പ്രഖ്യാപനം എല്ലാം നടത്തിയതാണ്. ശൂലം വരുന്ന വഴി ഏതാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. അതൊന്നും കോഴിക്കോട്ട് നടക്കാൻ വേണ്ടി പോകുന്നില്ല സുധാകര എന്നുള്ളതാണ് കോഴിക്കോട്ട് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്.